നമുക്കുണ്ടല്ലോ 1 ലെയറായിട്ട് എങ്ങനെ സാരി എടുക്കാൻ നോക്കിയാലോ. എളുപ്പമാണ് ഉടുക്കാനായിട്ട്. അപ്പം ഞാൻ എടുക്കുന്നൊരു പാർട്ടി വെയർ സാരി കേട്ടോ. 1 ലെയറായിട്ട് എങ്ങനെ അത്യാവശ്യം ഭംഗിയായിട്ട് ഉടുക്കാം എന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ സാരി. ഈ സാരി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിന്നായിട്ടുള്ളൊരു സാരിയാണ്, കുറച്ച് ട്രാൻസ്പെറൻറ്റ് പോലെ വരുന്ന സാരിയാണ്, നല്ലൊരു റോയൽ ബ്ലൂ കളറിൽ. അപ്പോൾ നമുക്കിത് ഉടുക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാനെപ്പോഴും പറയാനുള്ളത്, നമുക്ക് അണ്ടർസ്കേർട്ടോ അല്ലെങ്കിൽ നമ്മുടെ പാൻറ്റോ ലെഗിങ്സ് പോലത്തെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടബിളിന് ഇടാൻ പറ്റും. ആൻഡ് ഈ സൈഡ് സെലക്ട് ചെയ്യാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ഓൾറെഡി ബ്ലൗസ് കട്ട് ചെയ്ത് എടുത്തത് കാരണം കൊണ്ട് അതിൻ്റെ സൈഡിൽ ഒരു അടിപ്പുണ്ട്. അപ്പം നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം അതാണ് അതിൻ്റെ സൈഡിൽ നിന്ന്. ആൻഡ് ഓൾസോ ഇതിൽ നമുക്ക് താഴെ സാരിയുടെ പട്ട വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് താഴേക്ക് വരേണ്ട ഭാഗമാണല്ലോ, അങ്ങനെയും മനസ്സിലാക്കാം. പിന്നെ ഇതിൽ ഈ സിൽവർ ജെറി ഇങ്ങനത്തെ ഒരു വർക്ക് വരുന്നതുകൊണ്ട് അത് സാരിയുടെ കണ്ടാൽ മനസ്സിലാവും നമുക്ക് നല്ല ഭാഗം ഏതാണ്, ഉള്ളിലേക്ക് വരേണ്ട ഭാഗം ഏതാണ്. അപ്പോൾ അങ്ങനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് ബ്ലൗസ് കട്ട് ചെയ്തെടുത്ത ഭാഗമാണ് നമ്മൾ ആദ്യം കുത്താൻ പോകുന്നത്, നമ്മുടെ ഉള്ളിൽ ആദ്യം നമുക്ക് കുത്തേണ്ടത്. അപ്പോൾ നമുക്കിത് ആദ്യം നോർമൽ എപ്പോഴും കുത്തുന്ന പോലെ തന്നെ കുത്തിയെടുക്കാം. ഞാൻ ഈ വോയിസ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ വേറെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ വോയിസും വീഡിയോ ആയിട്ട് സിങ്ക് ആവാത്തത്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ പോലെ കുത്തിയിട്ട് ഒരു ചുറ്റി എടുക്കുക. എല്ലായിടത്തും നല്ല നീറ്റ്, അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന സാരിയായിട്ട്. ഇത് കുറച്ച് വണ്ണമുള്ളവർക്ക് കൊടുത്താലും നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പം നല്ല ഉടുക്കാനും നല്ല രസമാണ്, നല്ല ഫ്ലോയി ആയിട്ട് കിടന്നോളും, കുറച്ച് ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് വണ്ണം തോന്നിക്കുമൊന്നുമില്ല, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പം നമ്മൾ യൂഷ്വലി ഒരു ചുറ്റെടുത്തിട്ട് ബാക്കി ചുറ്റ് കുറച്ച് ഫ്രണ്ടിൽ എപ്പോഴും ഇടുന്ന പോലെ നമ്മൾ മുമ്പിലത്തെ പ്ലീറ്റ്സ് എടുക്കാനായിട്ടുള്ള മുമ്പിൽ വിട്ടിട്ട്, എന്നിട്ട് നമ്മൾ മുകളിലോട്ട് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹൈറ്റ് നോക്കുക, നമുക്ക് എത്രത്തോളം ആ പല്ലുവിന് നീളം വേണം എന്ന് നോക്കുക. 1 ലെയർ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നോർമൽ ഈ പിന്ന് മടക്കിയിട്ട് നമ്മൾ ഫ്ലീറ്റ്സ് എടുത്ത് മുകളിൽ കുത്തുമല്ലോ, അത്രയും നീളം വേണ്ടി വരില്ല 1 ലെയർ എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് കുറച്ചാൽ മതി. കുറച്ചിട്ട് 1 ലെയർ ഇട്ട് നോക്കാം. അങ്ങനെയാണ് എപ്പോഴും ചെയ്യുക. നമ്മൾ ചില സാരികൾക്ക് നീളം കുറവ് വരുമ്പോഴേക്കും നമ്മളത് 1 ലെയർ ആയിട്ട് ഇടുന്നത് അതുകൊണ്ടാണ്. കാരണം പ്ലീറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വേണം, നീളം വേണം. 1 ലെയർ എടുക്കുമ്പോൾ കുറച്ചൊന്ന് കുറവ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ വണ്ണം ആ ഒരു നീളം നോക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് താഴത്തെ ഭാഗത്തേക്ക് വരാം. പ്ലീറ്റ്സ് എപ്പോഴും പറയുന്ന പോലെ ആദ്യം വേണമെങ്കിൽ ഒരു പിന്ന് അവിടെ കുത്തിയിട്ട്, ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ അവിടെ പിന്ന് കുത്തിയിട്ട് നിങ്ങൾക്ക് പ്ലീറ്റ്സ് എടുക്കാം. ഇല്ലെങ്കിൽ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം എടുത്ത് ഇടയിൽ കുത്തിയാലും മതി. അത് ഏതാണോ കൺവീനിയൻറ്റ് അങ്ങനെ. പിന്നെ ഇതൊറ്റ പ്രശ്നമുള്ളൂ, പിന്ന് കുത്തി വെക്കണം. കാരണം കോട്ടൺ സാരി പോലെ ഒന്നും ഒതുങ്ങിയിരിക്കുമല്ലോ. അപ്പം ഒന്ന് പിന്ന് കുത്തിയൊക്കെ ഒന്ന് സെക്യൂർ ചെയ്യണം. എപ്പോഴും പിന്ന് കുത്തുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ ഇങ്ങനത്തെ സാരികളുടെ ഇടയിൽ കയറി പോകാൻ സാധ്യതയുണ്ട്. അത് പിഞ്ചി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പിന്നിൻ്റെ അവിടെ എപ്പോഴും ഒരു, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ പേപ്പർ പോലെ കുത്തി വെച്ചിട്ട് പിന്ന് കുത്തുവാണെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളോട്ട് കയറി പോകില്ല. എന്നിട്ടിത് യൂഷ്വലായിട്ട് നമ്മൾ താഴെയൊക്കെ കുത്തി സെക്യൂർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു പിന്ന് 1 ലെയർ ഇട്ടിട്ട് ചെയ്യാം. ഇനിയാണ് നമ്മൾ എങ്ങനെ 1 ലെയർ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബോർഡർ വരുന്നുണ്ടല്ലോ, ആ ബോർഡർ വരുന്ന ഭാഗം ഒന്ന് പുറകോട്ട് ഒന്ന് പ്ലീറ്റ്സ് എടുക്കാം. ഇപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കറക്റ്റായിട്ട് വീഡിയോയിൽ പ്ലീറ്റ്സ് എടുക്കാം. അതാകുമ്പോൾ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് കിടക്കുന്ന പോലെ സാരി കിടന്നോളും. അപ്പം ഒരുവിധം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടല്ല, പക്ഷേ ഇതുണ്ടോ, ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും വലിച്ചു വരി കിടക്കില്ല. കറക്റ്റ് നമ്മുടെ കൈൻ്റെ ഉള്ളിൽ അത് നിന്നോളും. എന്നിട്ട് അവിടെ ഒരു പിന്ന് കുത്തിയിട്ട് ആ പിന്നെടുത്ത ഭാഗം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. ആൻഡ് ബാക്കി വരുന്ന ഭാഗം നമുക്ക് ചുറ്റിപ്പിടിക്കും, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വാരി വലിച്ചിടുക അങ്ങനത്തെ ഒരു പരിപാടിയും വേണ്ട. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.